Hi friends, Viniz worldilekku ellarkku swagatham. Ee channel subscribe cheyyathavarokku onnu subscribe cheythu bell button koodi enable cheythu thottaduthu kanna all nallam koodi enable aakkiyal maatrame njan daily upload cheyyuna videos inde notifications ningalkku correct ayi labikkullu. Njan ippo ivide undakunnathu Rava Burfi aanu. Adinayittu 1/4 cup നെയ്യ് ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 4 ടേബിൾ സ്പൂൺ നെയ്യാണ്. അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്ലൈറ്റ് കളർ ചേഞ്ച് ഉണ്ടാവണ വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങണത് ഫ്രൈ ചെയ്ത റവയാണെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2.25 കപ്പ് പാലാണ്. 2.25 കപ്പ് എന്ന് പറയുമ്പോൾ അതൊരു 1/2 ലിറ്റർ ഉണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണം നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ ആദ്യം ഒന്ന് കട്ടയുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ വല്ലതും ഇങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഇത്തിരി ലോ ആക്കി വെച്ചിട്ട് വേണം ഈ പാലൊഴിച്ച് കൊടുക്കാൻ. വറക്കുമ്പോഴും കുറച്ച് ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വറക്കണമാണ് നല്ലത്. ഇനി നമ്മളിത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് റവ വെന്ത് തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഈ സമയത്ത് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു നുള്ള് കുങ്കുമപ്പൂവ് ആ പാലിലേക്ക് ഇട്ട് വെക്കണം. അപ്പോൾ അത് ഒന്ന് സോക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ മീൻസ് ഇതിടണ സമയമാകുമ്പോൾ പാലൊഴിക്കണ സമയമാകുമ്പോൾ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ്. ആദ്യം ഒരു പിഞ്ച് ഇട്ട് നോക്കിയപ്പോൾ കളർ കുറവാണ്, അതുകൊണ്ട് ഒരു പിഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കളറിനോട് വിരോധി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ നന്നായിട്ട് കളർ കൂടി വന്നിട്ടുണ്ട് 2 നുള്ളിട്ടപ്പോൾ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ലോ ഫ്ലെയിമിലാണ് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് മധുരം കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ഇട്ട് കൊടുത്താലും മതി. ഇത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മധുരമുണ്ട്, കൂടുതൽ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ മധുരം ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് 1/4 കപ്പ് ഇട്ട് കൊടുത്താലും മതി. നമ്മളിതെല്ലാം ഒരേ പാത്രത്തിൽ തന്നെ അളന്നെടുക്കണം കേട്ടോ. റവ എടുക്കുന്നതും പാലും പഞ്ചസാരയൊക്കെ ഒരേ അളവുള്ള കപ്പിൽ മെഷർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് കണ്ട ആ പഞ്ചസാര ഒന്ന് മിക്സായിട്ട് ഇത് ഇത്തിരി ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി നല്ല കട്ടിയാക്കി എടുക്കണം. ഇതിപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇളക്കാൻ പറ്റാത്തൊരു പരുവത്തിലേക്കായിട്ടുണ്ട് കണ്ടോ. ഉരുണ്ട് വരുന്നുണ്ട്, ഡാൻസിങ് കൺസിസ്റ്റൻസി. ഈ സമയത്ത് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം, മീൻസ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ പ്ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. വേറെ വല്ല പാത്രമാണെങ്കിൽ നിങ്ങളൊന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി ഇത് നമ്മൾ ഏത് കയ്യിലുകൊണ്ടാണോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം, അതിൽ കുറച്ച് നെയ്യൊന്ന് തൂത്തിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ. നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പാണല്ലോ ബർഫിക്ക് എപ്പോഴും, അതുപോലെ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം നുറുക്കിയത് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് പിസ്തയും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂണോ വല്ലതും വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ റവ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.